ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്നാക്ക് ഉണ്ടല്ലോ, പൊറാട്ട പൊരിച്ചത്. ആ ഒരു പൊറാട്ട പൊരിച്ചതാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ പൊറാട്ടയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ബാക്കി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയും നല്ല സ്വീറ്റും ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പ പറഞ്ഞു തന്നിട്ടുള്ള മെത്തേഡ് വഴിയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ, നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 30-ാം തീയതി വരെയുള്ളൂ നമ്മുടെ ഗിവ് അവേ. ക്യാഷ് പ്രൈസ് 10,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ എല്ലാവരും മറന്നു പോകരുത്. ഗിവയെ കുറിച്ച് ഫസ്റ്റായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കരയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. അത് ഉരുക്കി മെൽട്ടായതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റും. ഇതൊരു പശയായിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടൈറ്റിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാൻ പാകത്തിലുള്ള ഒരു പരുവായിട്ടാണ് നമുക്ക് ഈ ഒരു ഇത് വേണ്ടത്, വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചൊക്കെ ടൈറ്റിൽ വേണം ഈ ഒരു മാവ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ നല്ല ടൈറ്റ് ആവുകയും വേണ്ട. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ടിയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ ടോട്ടല് 6 പൊറാട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ഒരു പാർട്ടിലേക്കും 3 ഒരു പാർട്ടിലേക്കുമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ പൊറാട്ട എടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയുടെ പശയില്ലേ, അത് അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ മൈദയുടെ പശ ആക്കി കൊടുക്കുക. നമ്മളിത് അടുത്ത പൊറാട്ടയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ പശ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര മതി, ഇത്ര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് ഒരു പൊറാട്ട വെച്ച് കൊടുക്കുക. ഒരു പ്ലേറ്റിലാക്കി വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മേലെ ഒരു പൊറാട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും പശ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ലെയറായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മേലെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ പൊറാട്ട വെച്ച് കൊടുക്കുക. അങ്ങനെ 3 ഇത്രയും മതി ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇങ്ങനെ 3 നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ അടുത്തതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. 4 പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിന് വലിയ പരിക്കില്ലാതെ വേണം കട്ട് ചെയ്തെടുക്കുക. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ, ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇത് മെല്ലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 പീസായിട്ട്. ഇതിലേറെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 4 പീസാണ് ആക്കിയെടുക്കുന്നത്. ചായക്കടയിലൊക്കെ ആ ഒരു വലുപ്പത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചവരോ അല്ലെങ്കിൽ ചായക്കടയിൽ നിന്ന് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായ ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാനും. അതുപോലെ തന്നെ പഞ്ചസാര സിറപ്പാണെങ്കിലും അങ്ങനെ തന്നെ. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയ ശേഷം അത് പൊറാട്ടയുടെ ഓരോന്ന് നമുക്കതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗമൊക്കെ ക്രിസ്പി ആവുകയും ചെയ്യും, ഉൾഭാഗം ക്രിസ്പി ആവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉൾഭാഗം കൂടെ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ സാവധാനം പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്ന് ആയതിനു ശേഷം അടുത്തത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മേലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ, ശർക്കരയുടെ ആ സിറപ്പ്, അത് ഒഴിച്ചു കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി. കൂടുതലാവേണ്ട കേട്ടോ, കൂടുതലായാലും നമുക്കിത് കഴിക്കാൻ കഴിയില്ല, ഓവർ മധുരമായാൽ. ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചുറ്റിച്ച് ആക്കി കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലയിലൂടെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ട പൊരിച്ചതാണിത്. അപ്പോൾ ഈ പൊറാട്ട നമുക്ക് സാധാരണ പൊറാട്ട ഉണ്ടാക്കുന്ന പോലെ
കുഞ്ഞു പൊറാട്ട ആക്കിയിട്ട് അങ്ങനെ നേരിട്ട് ഓയിലിട്ടിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊറാട്ട ബാക്കി വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഗിവേയുടെ കാര്യം ആരും മറന്നു പോകരുത്. എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്